സോ ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഞാനിവിടെ റോഷൻ. സൂപ്പർ ഹീറോ ഫെറ്റിക് നിങ്ങൾ അത്യാവശ്യം ഈ ഒരു സൂപ്പർ ഹീറോ പരിപാടികളൊക്കെ ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഈ അടുത്ത കാലത്തായിട്ട് നിങ്ങൾ ഏറെക്കുറെ കേൾക്കാൻ സാധ്യതയുള്ള ഒരു വാക്കാണത്. ഒരേ മോഡിലുള്ള സൂപ്പർ ഹീറോ സബ്ജക്റ്റിൽ വരുന്ന പടങ്ങൾ ഒരുപാട് ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വന്നു കഴിയുമ്പോൾ ഈ ഒരു മൊത്തം ആ ഒരു ജോണറിനോട് തന്നെ തോന്നുന്ന ഒരു അസഹിഷ്ണുതയാണ് ഈ പരിപാടി. ബട്ട് അങ്ങനെ ഒരു സംഭവം അക്ഷരാർത്ഥത്തിൽ ഇല്ല എന്ന് വേണം പറയാനായിട്ട്. ഒരു സൂപ്പർ ഹീറോ സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധി വരെ അത് ഏതൊരു രീതിക്കാണ് പോകാൻ പോകുന്നതെന്നൊക്കെ എല്ലാവർക്കും അറിയാം. ബട്ട് അത് അതുപോലെ തന്നെ അവതരിപ്പിക്കാതെ പ്രസന്റേഷൻ ശൈലിയിൽ വ്യത്യാസമായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സൂപ്പർ ഹീറോ ഫെറ്റിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടിയൊന്നുമില്ല. അതിന്റെ ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂയുടെ. എന്നാമാതിരി പടവാണ് ഡസ്റ്റിൻ ഡാനിയൽ ക്രട്ടൺ എടുത്തു വെച്ചിരിക്കുന്നത്. ചുമ്മാ അതല്ല, പുള്ളിക്ക് കാങ് ഡൈനാസ്റ്റി പടം കണ്ണു അടച്ചങ്ങ് KMVG കൊടുത്തതെന്ന് ഈ ഒരൊറ്റ പടം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അത്രയും കിടിലുമായിട്ട് ഈ ഒരു പടം മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് അത്രമേൽ പടം ഇഷ്ടമായി. അതുകൊണ്ട് തന്നെ പറയാനായിട്ട് ഒരുപാടുണ്ട്. നേരെ കാര്യത്തിലേക്ക് കിടക്കാം. വിത്തൗട്ട് വെയിറ്റിംഗ് മച്ച്, ലെറ്റ്സ് ടോക്ക് അബൌട്ട്. എവിടെ നിന്ന് പറഞ്ഞ് തുടങ്ങും ഞാൻ? പടം മൊത്തത്തിൽ ഇങ്ങനെ പോസിറ്റീവ് പരന്ന് കിടക്കുവാണ്. സോ എവിടെ നിന്ന് തുടങ്ങുന്നറിയില്ല. സോ നമുക്ക് നേരെ പെർഫോമൻസുകളിൽ തന്നെ തുടങ്ങാം. ഓഫ് കോഴ്സ് ടോം ഹോളണ്ട് പീറ്റർ പാക്കർ AKA സ്പൈഡർമാൻ. ടോം ഹോളണ്ടിൻ്റെതായിട്ടുള്ള ഇതിന് മുമ്പ് ഇറങ്ങിയിട്ടുള്ള ഹോം ട്രിലോഗിയിലെ 3 പടങ്ങൾ എടുത്ത് തൂക്കി തുലാഭാരം നോക്കിയാലും എന്തോ ഒന്ന് മിസ്സിങ് നിങ്ങൾക്ക് തോന്നും. എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, ടോം ഹോളണ്ട് സ്പൈഡർമാൻ MCUയിലോട്ടാണ് നേരെ അങ്ങ് എൻ്റർ ആയത്. സിവിൽ വാറിലാണ് പുള്ളി ആദ്യമായിട്ട് നേരെ അപ്പിയറൻസ് നടത്തിയത്. സോ അതുകൊണ്ട് തന്നെ പുള്ളിക്ക് തുടക്കത്തിലെ ആ ഒരു ഫ്രണ്ട്ലി നെയ്ബർഹുഡ് നേച്ചറിലുള്ള പരിപാടികൾ അത്രമേൽ അങ്ങ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. നേരെ അങ്ങ് ബഹിരാകാശത്തോട്ട് പോയിട്ട് വലിയ വലിയ വില്ലന്മാരായിട്ടൊക്കെ ഉള്ള പരിപാടിയൊക്കെ ആയിട്ട് ആ ഒരു ഫ്രണ്ട്ലി നേച്ചർ നമ്മൾ അധികം കണ്ടിട്ടില്ല. പിന്നെയും കുറച്ചെങ്കിലും ഉള്ളത് ഹോം കമ്മിലാണ്. ബട്ട് അതിലും ടോണി സ്റ്റാർക്കിന്റെ ഒരു സാന്നിധ്യം ഉള്ളതുകൊണ്ട് ചില സ്ഥലത്തൊക്കെ ഓവർഷാഡോ ആയി പോകുന്നുണ്ട് സ്പൈഡർമാൻ. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഒരു അയൽവക്കത്തെ പയ്യൻ മോഡ് സ്പൈഡർമാനെ നമുക്ക് അധികം കുറെ അങ്ങ് കാണാൻ പറ്റിയിട്ടില്ല MCUയിൽ ഇതുവരെ. ഷൂട്ടി തുടങ്ങി വല വിട്ടു പോകുന്ന ഒരു സ്വിങ്ങിങ് സ്റ്റൈലിൽ വരെ ആ ഒരു ടോണി സ്റ്റാർക്കിന്റെ ഒരു ടച്ച് കൂടെ കാണാനായിട്ട് പറ്റും. സോ അതല്ല സ്പൈഡർമാൻ, അതല്ല. സോ ടോം ഹോളണ്ട് ഹൈലി ഡിസേർവ്ഡ് ദിസ് ബ്രാൻഡ് ന്യൂടെ എന്ന് എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും. ഇതുപോലൊരു പടം ടോം ഹോളണ്ടിന്റെ സ്പൈഡർമാന് ഡിസേർവിംഗ് ആയിരുന്നു. നിങ്ങൾ പടം കാണുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് നിർത്തി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ടോബി മെഗിറിന്റെ സ്പൈഡർമാനിൽ നമ്മൾ കണ്ടിട്ടുള്ള ഒരുപാട് ആട്രിബ്യൂട്ട്സ് അതിന്റെ വേറൊരു രീതിക്കുള്ള ഒരു പെർസ്പെക്റ്റീവിൽ ഈ ടോം ഹോളണ്ടിനെ വെച്ച് ചെയ്തിട്ടുണ്ട്. അതൊരിക്കലും കോപ്പി അടിച്ച് വെച്ചേക്കുന്നതല്ല. ആ ഒരു പടങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ള സംഭവങ്ങളുടെ വേറൊരു വ്യൂ ഇതിൽ നമുക്ക് കാണാൻ പറ്റും. ആദ്യമായിട്ട് വലവിടുമ്പോൾ ഉണ്ടാവുന്ന കൺഫ്യൂഷൻ, സ്വിങ് ചെയ്ത് പോകുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, ഇങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുമ്പോൾ ആദ്യമായിട്ട് വരുത്തുന്ന മിസ്റ്റേക്കുകൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവിടെ കണ്ട ഒരുപാട് കാര്യങ്ങൾ അത് വേറൊരു രീതിക്ക് ഇവിടെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അത് കിടിലമായിട്ട് വന്നിട്ടുണ്ട്. ടോം ഹോളണ്ട് അത് വളരെ വൃത്തിക്ക് അവതരിപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതായത് ആക്ഷൻ സീക്വൻസുകളൊക്കെ കുറച്ചുകൂടെ ഇമോഷണൽ സ്ട്രെങ്ത്തിനാണ് പടത്തിലെ മെയിൻ ഇമ്പോർട്ടൻസ് റൈറ്റിംഗിൽ ഡസ്റ്റിൻ ഡാനിയൽ ക്രട്ടൺ പിടിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് ഈ ഒരു ഹോം ട്രിലോഗിയിൽ നിന്നും ഈ ഒരു പടത്തെ വ്യത്യസ്തമാക്കുന്നത്. ഒരു ഇമോഷണൽ സീക്വൻസ് വെച്ചതിന്റെ അവസാനം പുട്ടിന് പീര് പോലെ കോമഡി തിരികെ കിട്ടുന്ന മാർവലിന്റെ യൂഷ്വൽ പരിപാടി എന്നല്ല. ഇമോഷൻ ആണെങ്കിൽ പക്ക ഇമോഷൻ. ആ ഒരു ഇമോഷൻ നമ്മുടെ മൈൻഡിലോട്ട് അങ്ങ് തറച്ച് കയറുന്ന രീതിയിൽ ആവശ്യത്തിന് സമയം എടുത്ത് തന്നെയാണ് പടം പതുക്കെ മുന്നോട്ട് പോകുന്നത്. ടോം ഹോളണ്ട് കഴിഞ്ഞ സെൻഡയ, നെഡ്, പിന്നെ സ്പോയിലർ ആയതുകൊണ്ട് പേര് ഞാൻ പറയുന്നില്ല, നമ്മുടെ സാഡി സിംഗിന്റെ ക്യാരക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും പെർഫോമൻസുകളിൽ മികച്ചു നിന്നു. അവർക്ക് പെർഫോമൻസ് ചെയ്യാനുള്ള ഒരു റൈറ്റിംഗിൽ പരിപാടി വരുത്തി കൊടുത്തു എന്നുള്ളത് ഡസ്റ്റിൻ ഡാനിയൽ ക്രട്ടന്റെയും ഒരു വിജയമാണ്. ഔട്ട് ഓഫ് സിലബസി വന്ന് സ്കോർ ചെയ്തത് പണിഷറാണ്. പണിഷർ സ്കോർ ചെയ്യുമെന്ന് അറിയായിരുന്നു. ബട്ട് ഈ ഒരു മോഡിൽ പണിഷറിനെ അവർക്ക് ഇത്രത്തോളം എഫക്റ്റീവായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിരുന്നില്ല. ഇത്രയും നാച്ചുറലായിട്ട് കോമഡി വരുന്നത് ഭയങ്കര റയർ ആയിട്ടായിരുന്നു മാർവൽ ഈ അടുത്ത് കണ്ടത്. പുള്ളിയും സ്പൈഡർമാനും ഒരുമിച്ച് സ്ക്രീനിൽ വരുന്ന ഓരോ സീക്വൻസിലും ആളുകൾ എന്താ പറയുക, ഇങ്ങനെ ചിരിച്ചോണ്ടിരുന്ന് കാണുമായിരുന്നു. ഇൻ ദ സെൻസ്, അതായത് ഭയങ്കര ലൈക്കബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് നമ്മൾ ഇന്ററാക്ട് ചെയ്യുമ്പോൾ, നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക, അയൺമാനൊക്കെ ഇന്ററാക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ചിരി വരത്തില്ലേ? ആ ഒരു മോഡിലുള്ള ഒരു പരിപാടി. രണ്ടുപേരുടെ ഐഡിയോളജി അറിയാമല്ലോ, 2 ധ്രുവത്തിലാണ് നിൽക്കുന്നത്. സ്പൈഡർമാനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരാളെ കൊല്ലുക എന്നുള്ളൊരു രീതിയിലോട്ട് സ്പൈഡർമാൻ ഒരിക്കലും ഒരു മൂവ് നടത്തില്ല. അപ്പുറ സൈഡിൽ പണിഷറിന്റെ കേസ് അറിയാലോ, വെട്ടൊന്ന് മുറി 2 പാർട്ടിയാണ്. സോ ഇവർ രണ്ടുപേരും ഇന്ററാക്ട് ചെയ്യുമ്പോൾ അവരുടെ ആ ഒരു ഐഡിയോളജി ഡിഫറൻസിനെയും പടത്തിൽ കൃത്യമായിട്ട് വരച്ച് കാട്ടുന്നുണ്ട്. എന്താ പറയുക, ഇതേ പണിഷർ ഡയർ ഡബിളുമായിട്ടുള്ള ആ ഒരു ഇന്ററാക്ഷൻ സീക്വൻസുകൾ നിങ്ങൾ ഡയർ ഡബിൾ ബോൺ അഗൈൻ സീരീസിലും അതുപോലെ തന്നെ നെറ്റ്ഫ്ലിക്സിന്റെ ഡയർ ഡബിളും കണ്ടിട്ടുണ്ടാവും. അത് കുറച്ചുകൂടി മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു വാഗ്വാദം പരിപാടികളൊക്കെയാണ്. അതിനെ കുറച്ചുകൂടി PG-13 മോഡിലോട്ടായിട്ട് സ്പൈഡർമാനായിട്ട് വരുമ്പോൾ കുറച്ചുകൂടി ഫൺ എലമെന്റ് കൊടുത്ത്, ബട്ട് അത് ഒരിക്കലും ഒരു വെറുപ്പിക്കലും ഒരു സ്റ്റേജിലും തോന്നിയിട്ടില്ല. സാധാരണഗതിയിൽ ഈ ഒരു റേറ്റഡ് ALST വരുന്ന ക്യാരക്ടേഴ്സിനെ PG-13 മോഡിലോട്ട് ഇറക്കുമ്പോൾ അത് കുറച്ച് വിയേഡായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ബട്ട് ഇവിടെ ആ കേസ് എനിക്ക് തോന്നിയില്ല. പണിഷർ സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ആയാലും അത് നല്ല രസമായിരുന്നു കേട്ടോണ്ടിരിക്കാൻ. സോ ഇവരെ രണ്ടുപേരും ബേസ് ചെയ്ത് ഒരു സെപ്പറേറ്റ് പടം വേറെ ഇറക്കിയാൽ പോലും നൈസായിരിക്കും. ആരെയോ വിട്ടുപോകുന്നുണ്ടോ? വിട്ടുപോയതല്ല, ലാസ്റ്റിലോട്ട് മാറ്റി വെച്ചതാണ് ബ്രൂസ് ബാനർ AKA ഹൾക്ക്. എന്താടാ ഒരു സീക്വൻസ് എടുത്തു വെച്ചേക്കുന്നത്, കണ്ട് കൊതി തീർന്നില്ലടേ. ഇത് ഞാൻ പറഞ്ഞതല്ല, ഞാൻ പടം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഓഡിയൻസിന്റെ ഭാഗത്ത് നിന്ന് ഒരുത്തം പറഞ്ഞതാണ്, കഴിഞ്ഞ കുറച്ചുകൂടെ ആവായിരുന്നു എന്നുള്ള രീതിക്കുള്ള പല സംസാരങ്ങളും ആ ഒരു പ്രത്യേക എപ്പിസോഡിനുണ്ടായിരുന്നു. പടം ഇറങ്ങുന്നതിന്റെ തൊട്ട് മുമ്പായിട്ട് ഞാനൊരു ലൈവ് സ്ട്രീം ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് പേരൊക്കെ അതിൽ വന്നായിരുന്നു. സോ അതിൽ ഞാൻ പറഞ്ഞൊരു കാര്യമായിരുന്നു, മേ ബി സ്പൈഡർമാന് കിട്ടുന്നതിന്റെ ഇരട്ടി കൈഡിയായിരിക്കും ഈ ഒരു ഹൾക്കിന്റെ ട്രാൻസ്ഫോർമേഷൻ സീക്വൻസിന് കിട്ടുക എന്നുള്ളത്. അത് അച്ചട്ടായി തന്നെ പറയേണ്ടി വരും. എന്താ പറയുക, ഫാൻസിന്റെ ആ ഒരു റേജ് നിങ്ങൾക്ക് അവിടെ ഫീൽ ചെയ്യാൻ പറ്റും. ഹൾക്കിനെ ഇങ്ങനെ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്നതിൽ ഫാൻസ് എത്രമാത്രം അസ്വസ്ഥരാണ് എന്നുള്ളൊരു കാര്യം. അവിടെ ഹൾക്ക് നോ ബാനർ, ഓൺലി ഹൾക്ക് എന്ന് പറയുമ്പോൾ ആൾക്കാരുടെ ആ ഒരു ഒച്ചപ്പാടും ബോളം കേട്ടാൽ ഇതാണ് നമുക്ക് വേണ്ടതെന്നുള്ളത് അവിടെ
മാർവൽ ലെവൽ ഒഫീഷ്യൽസ് വേണമായിരുന്നു അത് കേൾക്കാനായിട്ട്. ശരിയാണ്, പെട്ടെന്ന് തീർന്നു പോയി. ബട്ട് ഇത് ഒരു ക്യാമിയോ എന്നതിനേക്കാൾ ഉപരി ഹൾക്ക് ജസ്റ്റ് ആ ഒരു സിറ്റുവേഷനിലോട്ട് എത്തിപ്പെടുന്ന രീതിയിലാണ് എനിക്ക് തോന്നിയത്. സോ അത് ഇത്ര മതി, കാരണം ഇത് സ്പൈഡർമാൻ പടമാണല്ലോ. സോ ഇത് ജസ്റ്റ് ഒരു ടീസിംഗ് ആണ്. ഹൾക്ക് ഇനി തിരിച്ചു വരും എന്നുള്ള ഒരു രീതിക്കുള്ള ഒരു ടീസിംഗ് ആയിട്ട് വേണമെങ്കിൽ ഇതിനെ കൂട്ടാം. പെർഫോമൻസുകൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പടത്തിന്റെ മൊത്തം ആ ഒരു മേക്കിങ്ങും പിന്നെ 3D എഫക്റ്റും ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ഇതിന് മുമ്പ് ഇറങ്ങിയിട്ടുള്ള ഈ ഹോം ട്രിലോഗിയിലെ പടങ്ങൾ വെച്ച് നോക്കി കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ 3D എഫക്റ്റ്, എനിക്കറിയത്തില്ല എൻ്റെ കേസിലാണ് പറയുന്നത്, 3D എഫക്റ്റ് എനിക്ക് ഏറ്റവും കൂടുതൽ ഈ പടത്തിലാണ് വർക്കായത്. ആ ഒരു ഹൈറ്റിൽ നിന്ന് ചാടി ജമ്പ് ചെയ്ത് പോകുന്ന രീതിയിലുള്ള ഒരുപാട് സീക്വൻസുകൾ എന്ത് അടിപൊളിയായിട്ടാണ് എടുത്തു വെച്ചിരുന്നത്. ഒരു ഇമേഴ്സീവ് ഫീലിംഗ് തന്നെ കിട്ടും. ആ ഒരു ന്യൂയോർക്ക് സിറ്റി തന്നെ ഒരു ക്യാരക്ടറായിട്ട് ഈ ഒരു പടത്തിൽ ഉടനീളം പ്ലേ ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും. ചുമ്മാ സ്പൈഡർമാൻ ബിൽഡിംഗ് വിട്ട് ബിൽഡിംഗ് ഇങ്ങനെ വല വിട്ട് പോകുന്നു എന്ന് എഴുതി വെക്കാതെ ആ ഒരു സ്വിങ്ങിങ് സീക്വൻസ്, ഒരു ബിൽഡിങ്ങിൽ നിന്ന് അടുത്ത ബിൽഡിങ്ങിലോട്ട് പോകുന്ന ഒരു ദൂരത്തിൻ്റെ ഇടയിൽ പോലും സ്പൈഡർമാൻ കാണിക്കുന്ന ചില ആട്രിബ്യൂട്ട്സ്, ക്യാരക്ടറിസ്റ്റിക്സ്, പരിപാടികളൊക്കെ കൃത്യമായിട്ട് എഴുതി വെച്ചാൽ മാത്രമേ ഇത്രയും വൃത്തിക്ക് അത് സ്ക്രീനിൽ കൊണ്ടുവരാൻ പറ്റൂ. അതിൽ പണിയെടുത്തത് കാണാറുണ്ട്. അവിടെ നിന്ന് അങ്ങനെ ആക്ഷൻ സീക്വൻസിലോട്ട് വന്ന് അങ്ങനെ ഒരുപാട് തിങ്ങി നിറച്ചിട്ടുള്ള ആക്ഷൻ സീക്വൻസുകളൊന്നുമല്ല. കൃത്യമായിട്ടുള്ള സ്റ്റോറിയുടെ ആവശ്യത്തിൽ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് വരുന്ന, കൃത്യമായിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 മേജർ ആക്ഷൻ സീക്വൻസുകളാണുള്ളത്. അത് രണ്ടും ഐക്കോണിക് ആയിട്ട് തന്നെ ഇനി മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ ആ ഒരു ഹിസ്റ്ററിയിൽ കയറി കൂടും. പടം തുടങ്ങിയതിൻ്റെ ആ ഒരു ആദ്യത്തെ 10 മിനിറ്റിനകം വരുന്ന ആ ഒരു ട്രക്ക് ചേസ് സീക്വൻസ് തന്നെ കിടിലുമാണ്. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു പടം ആ ഒരു ഹോം ട്രിലോഗിയിൽ നിന്നും എത്രമാത്രം വ്യത്യസ്തമാണെന്നും വ്യത്യസ്തമായ കാര്യങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്നതെന്നും കൃത്യമായിട്ട് നമുക്കിങ്ങനെ വരച്ച് കാണിച്ചു തരും. ആൻഡ് അതിനുശേഷം ക്ലൈമാക്സിലുള്ള ആ ഒരു നിഞ്ച ഫൈറ്റ് അതും പെട്ടെന്ന് തീർന്നു പോകും. ബട്ട് അത് കിടിലമാണത്. ഓരോ ഫൈറ്റ് സീക്വൻസും ചുമ്മാ അങ്ങനെ സ്പോൺ ചെയ്തു വരുമല്ല, ആ ഒരു ഫൈറ്റ് സീക്വൻസിലോട്ട് എത്താനായിട്ട് അവരൊരു ടൈം എടുക്കുന്നുണ്ട്. ആ ഒരു ടൈമിങ്ങിൽ നടക്കുന്ന കാര്യങ്ങൾ എങ്ങനെ ആ ഒരു ഫൈറ്റിനെ ബാധിക്കുന്നു എന്നുള്ളൊരു രീതിക്ക് റൈറ്റിങ്ങിൽ ഒരു സ്റ്റോറി പോലെ ഇങ്ങനെ പോയിട്ടുണ്ട്. ആ ഒരു ഫൈറ്റിൻ്റെ ഇടയിൽ തന്നെ വേറെ തന്നെ ഒരു കഥ നടക്കുന്ന പോലെ നിങ്ങൾക്ക് തോന്നും. അതായത് ക്യാരക്ടർ ഡെവലപ്മെന്റിന് വേണ്ടി സ്പെൻഡ് ചെയ്യപ്പെടുന്ന സീനുകളായാലും ഫൈറ്റ് സീക്വൻസുകൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യപ്പെടുന്ന സീനുകളായാലും എല്ലാത്തിലും ആ ഒരു ഡസ്റ്റിൻ ഡാനിയൽ ക്രട്ടൻ്റെ അച്ചടക്കത്തോടെയുള്ള ഒരു റൈറ്റിങ്ങിൻ്റെ വൃത്തി നമുക്ക് കാണാനായിട്ട് പറ്റും. അത് തന്നെയാണ് ഈ ഒരു പടത്തിനെ വളരെയധികം സ്പെഷ്യലായിട്ട് നിർത്തുന്നത്. സോ അറ്റ് ലാസ്റ്റ് MCUവിൻ്റെ വൃത്തിക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് സമ്മാനിച്ച പടങ്ങളുടെ കൂട്ടത്തിലോട്ട് എടുത്തു വെക്കാൻ പറ്റുന്ന ഒരു പടം തന്നെയാണ് സ്പൈഡർമാൻ ബ്രാൻഡ് എന്ന് തന്നെ പറയേണ്ടി വരും. നോവേ ഹോമിലൂടെ അവർക്ക് ഫ്രണ്ട്ലി നെയ്ബർഹുഡ് മോഡിലുള്ള ഒരു സ്പൈഡർമാൻ അവതരിപ്പിക്കാനുള്ള കൃത്യമായിട്ടുള്ള ഒരു ചാൻസ് കിട്ടി. MCUയിലോട്ട് നമുക്ക് ടോം ഹോളണ്ടിന്റെ സ്പൈഡർമാൻ എൻ്റർ ചെയ്യിപ്പിച്ചപ്പോൾ തന്നെ പുള്ളിക്കാരൻ നേരെ താനോസിന്റെ മോഡ് ഫൈറ്റിലോട്ടൊക്കെയാണ് പോയത്. സോ അവിടെ ആ ഒരു ഫ്രണ്ട്ലി നെയ്ബർഹുഡ് പരിപാടി പിടിക്കാനായിട്ട് അവർക്ക് പറ്റിയില്ല. ബട്ട് ഇപ്പോൾ ഈ ഒരു പീറ്റർ പാർക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഐഡന്റിറ്റി എല്ലാവരും മറന്ന സ്ഥിതിക്ക് ഇവിടെ മാർവലിന്റെ ആ ഒരു ഗോൾഡൻ ചാൻസ് ആയിരുന്നു. അവരത് കൃത്യമായിട്ട് വൃത്തിക്ക് ഉപയോഗിച്ച്. സോ ദാറ്റ്സ് മേക്സ് ദിസ് മൂവി സോ മച്ച് സ്പെഷ്യൽ ഫോർ ടോം ഹോളണ്ട്. ടോം ഹോളണ്ടിന് ഇങ്ങനത്തെ ഒരു സ്പൈഡർമാൻ പടം ആവശ്യമായിരുന്നു. നമ്മൾ ഫാൻസിനും MCUവിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു സ്പൈഡർമാൻ പടം ഈ ഒരു ജനറേഷനിൽ ആവശ്യമായിരുന്നു. ഇപ്പോൾ ടോബി മെഗുറിൻ്റെ ജനറേഷൻ ആ ഒരു അറയിൽ നമുക്ക് സ്പൈഡർമാൻ 2 പറയാം. ആ ഒരു രീതിക്ക് ഇവിടെ ഈ ഒരു ബ്രാൻഡിലൂടെ എടുത്തു വയ്ക്കാം. അവിടെ നിന്ന് അങ്ങനെ നെഗറ്റീവ് സെക്ഷനിലോട്ട് പോകാനാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, എനിക്കങ്ങനെ കാര്യമായിട്ട് വലിയ നെഗറ്റീവ് എന്നുള്ള രീതിക്കൊന്നും പറയാൻ പറ്റത്തില്ല. അങ്ങനെ എനിക്കും തോന്നിയില്ല. മൊത്തത്തിൽ പടത്തിൽ ഞാനങ്ങ് ഇൻവോൾവ് ചെയ്ത് കാണുകയായിരുന്നു. എന്നാൽ പോലും ചില സീക്വൻസുകൾ കുറച്ചൊന്ന് ടോൺ ഡൗൺ ചെയ്യാമായിരുന്നു എന്ന് തോന്നിയായിരുന്നു എനിക്ക്. ഇമോഷൻ കൃത്യമായിട്ട് കൺവേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ അത്രയധികം ടൈം എടുക്കുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലായി. ബട്ട് ഞാനത് കൃത്യമായിട്ട് തന്നെ എൻജോയ് ചെയ്ത് തന്നെയാണ് കണ്ടത്. ബട്ട് ജനറൽ ഓഡിയൻസിൻ്റെ കേസിൽ ഇത്രയും ടൈം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചിന്ത ചിലരെങ്കിലും മൈൻഡിൽ പോകാനായിട്ട് സാധ്യതയുള്ള രീതിയിൽ ചില സീക്വൻസുകൾ എടുത്തു വെച്ചിട്ടുണ്ട്. അത് കുറച്ചൊന്ന് ടോൺ ഡൗൺ ചെയ്യായിരുന്നു. ആൻഡ് അതുപോലെ തന്നെ ചില ഇൻട്രാക്ഷൻ സീക്വൻസുകൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന പോലെയും തോന്നിയിട്ടുണ്ടായിരുന്നു. സോ അത് അവിടെയൊക്കെ ചെറിയ ആ ഒരു റിപ്പീറ്റേഷൻ കുഴപ്പമില്ല. ബട്ട് അവിടെ ആ ഒരു ടൈം ലെങ്ത് കുറച്ചുകൂടെ കുറച്ചിരുന്നെങ്കിൽ പടം കുറച്ചുകൂടി പേസിങ്ങിൽ കുറച്ചുകൂടെ ഒരു ഇൻട്രസ്റ്റിംഗ് പരിപാടി പിടിക്കാമായിരുന്നു തോന്നി. ആൻഡ് അവിടെ നിന്ന് അങ്ങനെ പടത്തിൻ്റെ എൻഡിങ്ങിലോട്ട് വരുമ്പോൾ ഓക്കെയാണ്, ഒരു സ്പൈഡർമാൻ ബേസ്ഡ് വില്ലനെ സ്പൈഡർമാൻ നേരിടുന്നത് ഈ ഒരു രീതിക്ക് തന്നെ ആയിരിക്കും എന്നുള്ളൊരു കാര്യമൊക്കെ മനസ്സിലാക്കാം. ബട്ട് ഈ അടുത്ത് തന്നെ ഇറങ്ങിയ മറ്റൊരു മാർവൽ മൂവിയുടെ ക്ലൈമാക്സ് അതുപോലെ തന്നെ ഈ ഒരു പടത്തിൻ്റെ എൻഡിങ്ങിലോട്ട് വരുമ്പോൾ അതിൻ്റെ ഒരു റിപ്പീറ്റേഷൻ പോലെ തോന്നുന്നുണ്ട്. അത് ഏതാ പടം എന്നൊന്നും ഞാൻ പറയുന്നില്ല, സ്പോയിലർ ആക്കുന്നില്ല. ക്ലൈമാക്സ് ആ ഒരു രീതിയിൽ കണ്ടപ്പോൾ ഇത് ഭയങ്കര ജനറിക് ആയാലും ഇത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണല്ലോ. കാരണം അത്രമേലാണ് ആ ഒരു വില്ലൻ്റെ ഒരു പരിപാടിയൊക്കെ കൊണ്ടുവയ്ക്കുന്നത്. സോ ആ ഒരു രീതിക്ക് പോകുമ്പോൾ നമ്മൾ വേറൊരു രീതിക്കുള്ള ഒരു എൻഡിങ് പ്രതീക്ഷിക്കുമ്പോൾ ഇല്ല ഇത് തന്നെ ഉള്ളൂ എന്നുള്ളൊരു രീതിക്ക്, അത് മോശമാണെന്നല്ല, ബട്ട് അതിനേക്കാൾ കൂടുതൽ എന്തൊക്കെയോ നമ്മൾ എക്സ്പെക്ട് ചെയ്തു പോകും. അത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇതിനേക്കാൾ വലിയൊരു നെഗറ്റീവ് എന്ന സെൻസിൽ ഞാൻ പറഞ്ഞതല്ല. പടത്തിൻ്റെ മൊത്തം എക്സ്പീരിയൻസിൽ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്തെന്ന് മാത്രം. ഇത് ഈ ഒരു പടം കാണാതിരിക്കാൻ ഒരു തീരുമാനം എടുക്കുന്നതിനുള്ള ഒരു കാരണമൊന്നുമല്ല, ജസ്റ്റ് നമുക്കിത് കണ്ടപ്പോൾ തോന്നിയതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രം. സോ അതൊക്കെ തന്നെയാണ് പടത്തിൻ്റെ ബേസിൽ എനിക്ക് പറയാനുള്ളത്. കുറേ നാളുകൾക്ക് ശേഷം നല്ലൊരു മാർവൽ മൂവി എന്നതിനേക്കാൾ ഉപരി നല്ലൊരു സൂപ്പർ ഹീറോ മൂവി കണ്ടു എന്നുള്ളൊരു ആശ്വാസത്തോടെയാണ് തിയേറ്റർ വിട്ടത്. ജോൺ വാട്സിന് ആ ഒരു ഹോം ട്രിലോഗിയിൽ സ്പൈഡർമാനെ മൊത്തം കൊടുത്തതുപോലെ മാർവൽ കണ്ണുടച്ച ഈ ഒരു ഡസ്റ്റിൻ ഡാനിയൽ ക്രട്ടന് ഈ ഒരു 3 പടങ്ങൾ സ്പൈഡർമാനെ വെച്ച് എടുക്കാനായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഈ ഒരു ജനറേഷന് നല്ല രീതിക്കുള്ളൊരു സ്പൈഡർമാൻ്റെ വേറൊരു ട്രിലോഗി തന്നെ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. സോ ഞാൻ റിവ്യൂ ഇടാൻ കുറച്ച് ലേറ്റ് ആയെന്നറിയാം. ഇതിനോടൊക്കെ നിങ്ങൾ ഒരുപാട് പേര് പടം കണ്ട് കാണുമെന്ന് പറയാം, ഒരുപാട് റിവ്യൂസ് കേട്ട് കാണുമെന്ന് പറയാം. സോ നിങ്ങൾ പടം കണ്ടവരാണെങ്കിൽ നിങ്ങൾക്ക് പടത്തിൻ്റെ ബേസിലുള്ള ഒരു അഭിപ്രായം എങ്ങനെയാണ് വന്നതെന്നുള്ളൊരു കാര്യങ്ങൾ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നിയുമായിരുന്നോ എന്നുള്ളൊരു കാര്യത്തെ പറ്റിയിട്ടും എൻ്റെ ഒരു അഭിപ്രായത്തോട് നിങ്ങൾ എത്രമാത്രം യോജിക്കുന്നുണ്ട് എന്നതിനെ പറ്റിയിട്ടൊക്കെ എല്ലാം കൂടെ ഒന്ന് പറഞ്ഞ് ഞാൻ ശരിക്കും മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് എന്തായാലും വീണ്ടും കാണാം.